അതിനെ സംബന്ധിച്ച് തഫ്സീറിൽ പറഞ്ഞങ്ങൾക്ക് ഞാൻ കളിപ്പിച്ചു തരാം. ആ സീൽ വെക്കൽ പരിപാടി എന്താണെന്നുള്ളത്. ഫഖബറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ദുനൂബ, പാപങ്ങൾ, ഇദാ തതാബഅത് അലൽ ഖുലൂബി, അത് ഹൃദയങ്ങളുടെ മേൽ നിരന്തരം വന്നു കഴിഞ്ഞാൽ അഗ്ലഖത്ത്ഹ, പാപങ്ങൾ അതിനെ പൂട്ടിക്കളയും. പൂട്ടിടുക അറിയില്ലേ, അമത്താവും പൂട്ടൊക്കെ ഇടൂലേ, അതിനാണ് ഖിലാക്ക്, പൂട്ട് എന്ന് പറയുന്നത്. പാപങ്ങളുടെ ആധിക്യം കൽബിൽ അങ്ങനത്തെ അവസ്ഥ ഉണ്ടാക്കും. വൈദാ അഗ്ലഖത്ത്ഹ, അങ്ങനെ പാപങ്ങളും തിന്മകളും ഹൃദയങ്ങളെ പൂട്ടിക്കഴിഞ്ഞാൽ അതാഹ ഹീന ഇതിനിൽ ഖത്മു മിൻ ഖിബലില്ലാഹി തആല, അള്ളാഹിന്റെ ഭാഗത്തു നിന്നുള്ള ഖത്മു വരും. ഖത്മു പറഞ്ഞാൽ ജയ്സ സീൽ, ഖാത്തം എന്ന് അറിയില്ലേ, മോതിരത്തിനും ഖാത്തം പറയും, സീലിനും. റസൂലുള്ളാഹിന്റെ മോതിരം തന്നെയായിരുന്നു സീല്. മുഹമ്മദ് റസൂലുള്ളാഹി എന്നായിരുന്നു ആ അയൽമത്തെ ചിത്രപ്പണി, അതായിരുന്നു സീൽ വെക്കൽ. രാജാക്കന്മാർക്കൊക്കെ കത്തൊക്കെ എഴുതുമ്പോഴേ റസൂലുള്ളാഹിക്ക് അങ്ങനെ ഒരു മോതിരം ഉണ്ടായിരുന്നു. ആരോ മോതിരമുള്ള സുന്നത്തുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. മോതിരമുള്ള സുന്നത്താണ് നാം പുരുഷന്മാർ. ഒരു മോതിരം വലത്തെ കൈയിൻ്റെ ചിരരുമ്മൽ, അതിൻ്റെ ഫസ്സും ഒക്കെ അടിക്കാണ് കോലത്തിലാണ് ഏറ്റവും മുന്തിയ രൂപം. സീൽ വെക്കലും വരും. പിന്നെ ഈമാനിലേക്ക് ഒരു വഴിയും പിന്നെ അവിടെ ഉണ്ടാവില്ല. ആ കൽബ് എന്തായി? ചിലവൊക്കെ അപ്പം അങ്ങനെയാണ്, ആളെ പേരൊന്നും ഞാൻ പറയണില്ല. പിന്നെ സത്യനിഷേധത്തിന് യാതൊരു രക്ഷയോടെ കിട്ടൂല. ഈ അവസ്ഥ എന്നാൽ പാപങ്ങളുടെ ആധിക്യം, നിരന്തരമായ തെറ്റുകൾ ചെയ്യുക, കുറ്റബോധമേ ഇല്ല.